ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC സെക്രട്ടറിയും നെന്മാറ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോ കേരളത്തിലെ ചെറുപ്പക്കാർക്കൊക്കെ കടലാമയെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. കേരളത്തിലെ സർക്കാരിന് കൂടുതൽ തുക ഏതാണ് ബഡ്ജറ്റിൽ കേന്ദ്രം വകയിരുത്തിയെന്ന് ചോദിച്ചാൽ കടലാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അപ്പൊ കടലാമയും കടൽക്കാക്കിയും കടലും കാടും മൃഗങ്ങളും അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളും മാത്രം മതിയല്ലോ കേരളത്തിൽ ജനങ്ങളും സാമൂഹ്യ വ്യവസ്ഥയും ഗവൺമെന്റുകളും ത്രിതല പഞ്ചായത്തുകളും തൊഴിലുറപ്പ് പണി ഇതൊന്നുമില്ലല്ലോ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും പദ്ധതികൾ ബഡ്ജറ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി അവർക്കൊക്കെ വേണ്ടിയുള്ള വികസനവും ക്ഷേമവും പകരേണ്ട ഒരു ഭരണ സംവിധാനം ഒരു ബഡ്ജറ്റിനകത്ത് കടുത്ത രാഷ്ട്രീയം കാണിച്ച് മതപരവും ജാതിപരവും വർഗപരവുമായ വേർതിരിവുകൾ കാണിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി മാത്രമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്ദേ ഭാരതിന്റെ പുതിയ ട്രെയിനുകളടക്കം കുറെ ട്രെയിനുകൾ ഈ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൊണ്ടുവന്നു. ഒരു ട്രെയിന് പോലും കേരളത്തിലില്ല. പക്ഷെ ഇത്രയും അവഗണന കേരളത്തിനോട് കാണിച്ചിട്ട് ഇതൊന്നും അറിയാത്ത കുറെ ആളുകൾ കേരളത്തിലുണ്ട്. രാജീവ് ചന്ദ്രശേഖരനും ഉള്ളി സുരേന്ദ്രനും സുരേഷ് ഗോപി അടങ്ങുന്ന കുറെ ആളുകൾ. നമുക്കറിയാലോ, സുരേഷ് ഗോപിയെ കുറിച്ച് അധ്യക്ഷനോട് സൂചിപ്പിച്ചു. സുരേഷ് ഗോപി ഒരുപാട് വാഗ്ദാനങ്ങൾ കേരളത്തിന് കൊടുത്ത ആളാണ്. പക്ഷെ ഇദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അല്പസ്വല്പം തലയ്ക്ക് താഴ്ത്താമസം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്കൊക്കെ മനസ്സിലാകാൻ തുടങ്ങി സുരേഷ് ഗോപിയുടെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു നമുക്കൊക്കെ തോന്നാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ഇരിപ്പും നടപ്പും ഒക്കെ അങ്ങനെയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായ് അധ്യക്ഷത വഹിച്ചു. പത്മഗിരീശൻ, KR പത്മകുമാർ, MR നാരായണൻ, മണികണ്ഠൻ തിട്ടുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.